ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ചിരിച്ചോച്ച സന്തോഷത്തോട് ഞാൻ കിടന്നുറങ്ങി. യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. 4-ാം സങ്കീർത്തനമാണ്. കഴിഞ്ഞ രാത്രി നാം കിടന്നുറങ്ങാൻ ഭാഗ്യം തന്നു. അത് ദൈവത്തിന്റെ കൃപയാണ് കേട്ടോ, ദൈവത്തിന്റെ കരുണയാണ്. ഇന്ന് പകൽ ദൈവം നമ്മെ കൊണ്ടുവന്നു. ആ സാന്നിധ്യം ഓർത്ത് കണ്ണുകളടച്ച് 2 കൈകളും സ്വർഗത്തിലേക്കൊന്ന് തുറന്നു പിടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കാണ്, ദൈവത്തിന്റെ കരുണയ്ക്കാണ്, ദൈവത്തിന്റെ ദയയ്ക്കാണ്. അല്പസമയം എല്ലാവരും സ്തോത്രം പറഞ്ഞ അന്യഭാഷ പറഞ്ഞുകൊണ്ട് മനഃപൂർവ്വം എന്ന ദാനമുണ്ട് പഴയ നിയമത്തിൽ. മനഃപൂർവ്വം കർത്താവിനെ സ്തോത്രം ചെയ്യാൻ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉന്നതന ഉയർന്നവനും ശാശ്വതവാസിയുമായ കർത്താവിനെ, വന്നവന് പരിവർത്തിക്കുന്നതിനുമായ കർത്താവിനെ ഉള്ളു തുറന്ന് ആരാധിപ്പാൻ. Thank you, Holy Spirit. Thank you, Jesus. Hallelujah. Hallelujah. കർത്താവ് ചെയ്ത ചെറുത് വലുതുമായ ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയുള്ളത്. അതിലുപരി അവൻ ആരാധനയ്ക്ക് യോഗ്യനാകിയാൽ, അവൻ സ്തുതിക്ക് യോഗ്യനാകിയാൽ തേജസ്സും ബഹുമാനം കൊണ്ട് നിറഞ്ഞ കർത്താവിനെ Praise Jesus. Hallelujah. Stop
ശമരിയക്കാരി സ്ത്രീയും കർത്താവും തമ്മിലുള്ള സംഭാഷണം ഇവിടെ വെക്കേഷൻ ബൈബിൾ സ്കൂളില് കുഞ്ഞുങ്ങളത് ആ പാട്ടിട്ട് കാണിച്ചപ്പോൾ പഴയ പാട്ടാണ്. നട്ടുച്ച നേരത്ത് കിണറിന്റെ തീരത്ത് വെള്ളത്തിനായി ഞാൻ ഒരു സംഭാഷണം പാട്ടാക്കിയിരിക്കുകയാണ്. നീ വീട്ടിൽ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് പോവാ. അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു 5 ഭർത്താക്കന്മാർ നടക്കുന്നുണ്ട്. ഇപ്പോൾ ആള് സ്റ്റെഫിനിയാണ്, താൽക്കാലികമാണ്. അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞപ്പോ കുടം അവിടെ വെച്ചു. അന്ന് വരെ കോരിയ കുടം അവിടെ വെച്ചു. ഒറ്റ ഓട്ടമാണ്. പട്ടണത്തിലേക്ക് ചെന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും എന്നോട് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടു. അടുത്ത ഭാഗമാണ് പട്ടണം മുഴുവനും ഇളകി വരിക. നോർത്തോയ്ക്ക് ഒറ്റ സ്ത്രീ ഒരു പട്ടണത്തെ വിളിച്ചോണ്ട് വരാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ ആകെ തുക അറിയുന്ന ഒരു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൈ ഉയർത്തി കർത്താവ് നമുക്ക് സ്തോത്രം ചെയ്താൽ ഒരു പാട്ട് ചേർന്ന് പാടി ആത്മാവിൽ നിറഞ്ഞ്
നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. കൈയടിച്ച് Going back
കരമുയർത്തി സന്തോഷത്തോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാൽവറിയിൽ നടന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രകടനമായിരുന്നു. ഒന്ന് ശ്രദ്ധിച്ചേ, എന്താണ് ദൈവം കാണിച്ച സ്നേഹം? തന്റെ ഓമനകുമാരനെ തകർത്ത് കളയാൻ ഇഷ്ടം തോന്നി. കാൽവറിയിൽ അവൻ യാതന സഹിച്ചു. റോമൻ പടയാളുടെ കയ്യിൽ അവനെ കിട്ടിയപ്പോൾ അവനെ ചതച്ചു, ചാട്ടവാറ് കൊണ്ട് അവനെ അടിച്ചു, ദയയില്ലാതെ അടിച്ചു. ശിശുമാരുമായി അന്ത്യത്താഴം കഴിച്ച ക്രിസ്തു ഭക്ഷണം കഴിച്ചിട്ടില്ല, കുടിക്കാൻ അല്പം വെള്ളം പോലും ആരും കൊടുത്തില്ല. അത്രയ്ക്ക് ദയനീയമായിരുന്നു, ഭയാനകമായിരുന്ന കാഴ്ച. പാട്ടുകാരൻ പാടുന്നു, കാൽവറി മലമേൽ നോക്കുന്നേ. ആ ഗാനം ചേർത്ത് പാടി ആത്മാവിൽ നമുക്ക് കർത്താവിനെ നമുക്ക് ആരാധിക്കുക. എന്റെ യേശു എനിക്ക് നല്ലവൻ, അവൻ ഇന്നുമെന്നും മതിയായ. ആപത്തിൽ, രോഗത്തിൽ, വൻ പ്രയാസങ്ങൾ. ആ പാട്ടിന്റെ അർത്ഥം ഒത്തിരി ഭക്തന്മാർ പാടി ആരാധിച്ച പഴയ പാട്ടുകളാണ്. കരമടിച്ച് ചേർത്ത് പാടി ആത്മാവിൽ ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. യേശു എനിക്ക് നല്ലവൻ, അവൻ
സന്തോഷത്തോടെ കരവും ശബ്ദം ഉയർത്തി ആർത്തു വിളിച്ച് കർത്താവിന് ഹല്ലേലൂയ നന്ദിയോട് പറഞ്ഞാട്ടെ. വീണ്ടും നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത് പകൽ യേശുവിന്റെ സാന്നിധ്യത്തിലുണ്ട്. നാം വന്നതുപോലെ അല്ല ഇരട്ടി അനുഗ്രഹത്തോട് ദൈവം പറഞ്ഞയക്കുക. സഭായോഗത്തിൽ നിങ്ങൾ കൂടി വരുമ്പോൾ നിങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വരുമെന്ന് പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നതുകൊണ്ട് അവനെ ആർപ്പിടുവാൻ ആരാധിപ്പാൻ ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുക. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്റെ കൂടാരങ്ങളിലുണ്ട്. ഇന്ന് പകൽ നമ്മുടെ കൂടാരത്തിൽ വെളിപ്പെട്ട ദൈവമഹത്വത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം ഒന്നിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ തങ്കമാമ മുന്നോട്ട് വന്ന തുറന്നുള്ള സഭായോഗത്തിന്റെ അനുഗ്രഹത്തിനായി ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുക. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, പരിശുദ്ധ പാൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. പാൽക്കാലം കർത്താവ് അടികളുടെ മധ്യത്തിലുള്ളതിനായി നല്ലോട് സ്തോത്രം കർത്താവെ സ്തുതിക്കുന്നു. അടികൾ ഏത് വിഷയത്തിലും സകലത്തിലും പരിഹാരനായ കർത്താവെ, പാൽക്കാലം കർത്താവെ ഹല്ലേലൂയ അടികളുടെ മധ്യത്തിൽ വന്നതിനായി നല്ലോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും കർത്താവ് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവെ. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും കർത്താവെ. ഈ പാൽക്കാലത്തെ ആരാധന സ്വർഗം സന്തോഷിക്കുന്ന ഒരു ആരാധന സ്വർഗത്തിലെ സഹായിക്കുമാറാണ് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പാൽക്കാലം കൂടി ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യും കർത്താവെ. ദേവദാസന്മാരെ ഒന്ന് അനുഗ്രഹിക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കും കർത്താവെ. കർത്താവെ തിരുമേശ അടികളുടെ മധ്യത്തിലുള്ളതിനായി നല്ലോട് സ്തോത്രം ചെയ്യും കർത്താവെ. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ കൈനീട്ടുവാൻ ദൈവം സഹായിക്കുമാറാന്ന് പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ. അവിടുത്തെ പൊതുകരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. ഇന്നത്തെ സങ്കീർത്തന സാക്ഷ്യം പ്രബോധനം ദൂരൊക്കെ അവിടെ നാമമഹത്വത്തിനായി തീരുവാനും സ്വർഗത്തിലെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവടികളെല്ലാം ഒന്നുണങ്ങി അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. വാസ്തവമായി കർത്താവടികളുടെ മധ്യത്തിലുള്ളതിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാനും ദൈവടികളെ സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ ദാസന്മാരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പൽക്കാലമണികളെ ഹല്ലേലൂയ ആവശ്യമായ ദൂരെ ഹല്ലേലൂയ ദാസന്മാരുടെ വകയിൽ ഏൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വിടുതലും അനുഗ്രഹമായി തീരുവാനും സ്വർഗം സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒന്നടങ്കം അടികളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. നീ അടികളെ അനുഗ്രഹിക്കണമേ, സഹായിക്കണം. എല്ലാ മാനവത്തും അപ്പത്തിന് കർത്താവിന്റെ വരവിന് വേണ്ടി യേശുവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ അടികളെ ഒരുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന സ്തോത്രം അതിയോടൊപ്പം ഹല്ലേലൂയ അവരുടെ നാമമഹത്വത്തിനായി തീർത്ത് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുള്ള പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേൽ കൊയ്ത്തുകാല സമയമല്ലോ. ഇതേത് സമയം? ഓർക്ക പറഞ്ഞിട്ട് ഏത് സീസണാണ് ഇത്? ആളുകാർക്ക് കൊയ്ത്തിന്റെ സീസണാണ്. എല്ലാവരും ഘടിച്ചത് കൊയ്യുന്ന സമയമാണ്. വളരെ പ്രതീക്ഷയോടുകൂടി ചേച്ചുകണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞ വിത്ത്. ഇതിനെ കുറിച്ചൊന്നും ആർക്കും അറിയത്തില്ലെങ്കിൽ പറയും, ഇത് കുത്തി കഞ്ഞി വെച്ച് കുടിക്കേണ്ടതല്ലേ, ഇതെന്തിനെ കണ്ടെത്തി ചെളിക്കകത്തേക്ക് വലിച്ചെറിയുന്നത്. ശ്രദ്ധിച്ചേ, വിശ്വാസത്തോട് നീ എറിഞ്ഞ പലതും നിനക്ക് വേണ്ടി കേൾക്കാൻ വേണ്ടി പോകുകയാണ്. വിശ്വസിക്കുന്ന ജനാമി പറഞ്ഞാട്ടെ. നീ എറിഞ്ഞപ്പോൾ കട്ട ഇതിന്മേൽ വന്നു വീണു. വെള്ളം ഒഴിച്ചപ്പോൾ വിത്തുകൾ കേൾക്കാൻ തുടങ്ങി. കൃഷിക്കാരന്റെ മനസ്സ് പിടയുന്നു. എന്താണ്? നല്ല വിളവെനിക്ക് ദൈവം തന്നിരിക്കുക. സത്യത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ദൈവമേ, വിശ്വാസത്തോട് നീ വിതച്ചത് ദൈവത്തിനെ കൊണ്ട് കൊയ്പ്പിക്കാൻ പോകുകയാണ്. അത് വിശ്വസികൾ മാത്രം ഒന്നിച്ചൊരാമ്യം പറഞ്ഞാട്ടെ. എന്താ വിതച്ചത്? നല്ല വിത്താണ്. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ആ വിത്തിന്റെ ഇടയ്ക്ക് എന്തുകൂടെ കയറി വരുന്നുണ്ട്? കള. ഉറക്കെ പറഞ്ഞാട്ട്, വിത്തിനേക്കാൾ അല്ലെങ്കിൽ വിളവിനേക്കാൾ പൊങ്ങി നിൽക്കുന്നത് എന്താണ്? കളയാണ്. ആ സമയത്ത് നിറമുള്ള മണിയുള്ള നെൽക്കതിരുകൾ എങ്ങനെ നിൽക്കുക? തല പൊഴിച്ച് നിൽക്കുക. എന്നിൽ ബലമുണ്ട്. മറ്റൊന്നിച്ചിട്ട് അഹങ്കാരത്തോട് നിൽക്കുക. ഇപ്പൊ കണ്ടോ, നിങ്ങളെക്കാൾ പൊക്കമിരിക്കാം. കതിര് പറഞ്ഞൊരു വാക്ക് ഞാൻ പറയാം, നിങ്ങൾ കേട്ട് കാണത്തില്ല. കുറച്ചു ദിവസം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരുത്തൻ അരിവാളം കൊണ്ട് വരുന്നുണ്ട്. ഒരു ഉടമസ്ഥൻ എന്ന് പറഞ്ഞു, കള പറിച്ചു കൂട്ടാം. വേണ്ട, കള പറിക്കുമ്പോൾ നല്ലതൂടെ വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് നിൽക്കട്ടെ. എപ്പോ വരെ നിൽക്കട്ടെ? കൊയ്ത്തോളം നിൽക്കട്ടെ.
കൊയ്ത്തായപ്പോ കള പറിച്ചു കൂട്ടി കത്തിച്ചു കളഞ്ഞപ്പോ നെൽമണികൾ അറയ്ക്കകത്ത് വന്നു. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. താമസമില്ല. സ്വർഗീയ അറോക്കരയിലേക്ക് നമ്മെ കൊണ്ടുപോകാൻ കർത്താവ് വരാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ത്യാഗം സഹിച്ച്, വെല്ലുവിളി സഹിച്ച്, വേദന സഹിച്ച് നാം നിൽക്കുന്നത്. ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. We
ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. ഇന്ന് പകൽക്കാലം ഒരു കൈപ്പത്തിയുടെ മേഘവും ഞാൻ കാണുന്നു. ആ കൈകളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി പിടിച്ചുകൊണ്ട് എത്രത്തോളം കൈകൾ ഉയർത്താൻ പറ്റുമോ? ഒരു ദിവസം ഈ കൈകളെല്ലാം നിശ്ചലമാകും. മറ്റൊരാൾ വന്ന് ഈ കൈ കൂട്ടിക്കെട്ടും. പക്ഷെ ഇന്ന് ഈ കൈകൾ ഫ്രീ ആണ്. മോശെ, നിന്റെ കൈ ഉയർന്നിരിക്കുമ്പോഴാണ് ഇസ്രായേലിൽ ജയം ദൈവം തരുന്നത്. നിന്റെ കുടുംബത്തിൽ ജയം പ്രാർത്ഥനയിലൂടെ നിനക്ക് ദൈവം തരികയാണ്. നീ ക്ഷീണിക്കുമ്പോൾ നിന്റെ അടുക്കൽ അവരൊരു ഭൂരിമുണ്ട്. അവൻ നിന്റെ കൈയെ സപ്പോർട്ട് ചെയ്യും. ഇന്ന് പകൽക്കാലം ആരെങ്കിലും തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നെങ്കിൽ കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിരുന്നു. അറിയാവുന്നവർ ചേർന്ന് പാടുക. ആ പാട്ടറിയാൻ വയ്യാത്ത ആളുകൾ സ്ക്രീനിലേക്ക് നോക്കി പാടുമ്പോൾ ശബ്ദം ഉയർത്തി പാടണം. അടുത്തിരിക്കുന്ന ആള് എന്ത് പറയുമെന്ന് ചിന്തിക്കരുത്. നിനക്കുള്ള വിടുതൽ ആഘോഷിക്കാൻ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുക. വായടച്ച് നിൽക്കാതെ ചേർന്ന് പാടി കർത്താവിനെ സ്തുതിക്കുക. സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുമ്പിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. എന്റെ ഹൃദയം ആശ്വാസം
എന്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുമുമ്പിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം തിരുമുമ്പിൽ കാഴ്ചവെക്കുവാൻ എന്റെ മാത്രമേയുള്ളൂ തിരുമുമ്പിൽ യാഗമാക്കുവാൻ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയുള്ളൊരു മാത്രം കൈ ഉയർത്തിപ്പിടിച്ച് കർത്താവേ, നീ അർഹപ്പെട്ടു, നിന്റെ രക്തം ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തല്ലോ. ഇതിനകത്ത് വരുവാൻ ഒരു യോഗ്യത എനിക്കില്ലായിരുന്നു. എന്റെ അയോഗ്യത യോഗ്യതാക്കി മാറ്റിയ ദൈവം നീ വലിയവനാണ്. ഇത് പകലിൽ ഞങ്ങളോട് സംസാരിക്കണം. ഇവിടെ ശബ്ദത്തിന് ഞങ്ങളുടെ കാതുകൾ തുറക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കെല്ലാം കൂടെ ചേർന്ന് അഞ്ചാം സങ്കീർത്തനം 1 മുതൽ അവസാന വാക്യം വരെയും ചേർന്ന് വായിച്ച് ദൈവത്തെ സ്തുതിക്കാം. 65-ാം സങ്കീർത്തനം 1 മുതൽ അവസാനം വരെയുള്ള വാക്യം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഭൂമിയുടെ എല്ലാ അർദ്ധങ്ങൾക്കും ദൂരത്തുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നീ ഭയങ്കര കാര്യങ്ങൾ നീതിയോട് ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രമെടുക്കും തിരമാളുടെ കോപവും ജാതിയുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ നീ ഭൂമി ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു. ഈ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അടുത്ത വാക്യം നമുക്ക് ഒന്നിച്ചു ചേർന്ന് വായിക്കാം. നമ്മുടെ കരവും ശബ്ദം ഉയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തിട്ട്, നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട്, അവൻ ഇന്ന് പകൽ നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്തിട്ട്,
അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്താട്ടെ. ദൈവം ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്താട്ടെ. ഗർഭികളെ അവൻ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവമാകിയ സ്തോത്രം ചെയ്താട്ടെ. ഭക്ഷിപ്പാൻ ആഹാരം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ധരിപ്പാൻ വസ്ത്രം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പാർക്കുവാൻ ഭവനം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. തകർത്ത ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. മഹാപുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ചേർന്ന് ശബ്ദം ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കേണ്ടതിന് വായടച്ച് നിശബ്ദമായി ദൈവത്തെ കാത്തു നിൽക്കുക. എല്ലാവരും അവസാനിച്ചു എന്ന് പറയുന്നിടത്ത് പ്രവർത്തിക്കുന്നവനാണ് ഞാൻ. തീർന്നു എന്ന് പറയുന്നിടത്ത് തുടക്കം കുറിക്കുന്നവനാണ്. മരിച്ചു ചീഞ്ഞുപോയ സ്ഥാനത്ത് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ചവനത്രേ ഞാൻ. മറുപടിയില്ല, പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് തോന്നുന്നെങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഇന്ന് പകൽ അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. നിന്റെ കണക്കുകൂട്ടൽ അപ്പുറം ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നിന്റെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് കരുതി നീ ദുഃഖിക്കരുത്. നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി എന്ന് കരുതി നീ ഭാരപ്പെടരുത്. മെച്ചമായതും ശ്രേഷ്ഠമേറിയതും ഞാൻ തന്നതിനെ മാനിക്കുന്ന ദൈവമാണ്. പ്രതീക്ഷയ്ക്ക് വകയില്ല. കാറ്റ് കാണുന്നില്ല, മഴയും കാണുന്നില്ല. പക്ഷെ വിശ്വാസത്തോടും ചില കുഴികൾ കുഴിച്ചിട്ടുണ്ട്. ഈ വർഷം ചില വിഷയത്തിന് മറുപടി കിട്ടുമെന്ന് നീ പ്രതീക്ഷിച്ചിരിക്കുക. നിന്റെ തകർച്ച കാണുവാൻ, നിന്റെ പതനം കാണുവാൻ, നീ ഇല്ലാതാകുന്ന കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ നിന്റെ തലയെ ഉയർത്താൻ പോവുകയാണ്. നിന്റെ സ്വപ്നങ്ങൾക്ക് അപ്പുറം എന്റെ കരങ്ങൾ നിനക്ക് വേണ്ടി നീട്ടാൻ പോവുകയാണ്. നീ പരാജയപ്പെട്ടെന്ന് ചിലർ നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. നീ ഒരു തോൽവിയാണെന്ന് അനേകർ നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. ആ കുടുംബം ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന് പലരും നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. നിനക്കെതിരെ അപവാദം പറഞ്ഞവരും നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയവരും തല കുനിക്കത്തക്കവണ്ണം നിന്റെ ശിരസിനെ ഞാൻ ഉയർത്താൻ പോകുന്ന ദൈവമാണ്. ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങളുടെ നടുവിൽ എഴുന്നള്ളി വന്ന കൃപയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ഇന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങ് ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ്. തിരുസന്നിധിയിൽ ഭയത്തോടെ ഞങ്ങളെ ഇരുത്തണമേ. ദൈവാശ്രയത്തിൽ ഞങ്ങളെ ഇരുത്തണം. യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോട് എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കുക. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ ദൈവം കൂട്ടിവരുത്തിയ എല്ലാ ദൈവജനത്തിനായി ദൈവത്തിന് നന്ദി പറയുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നാം ആയിരുന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ കൃപയും കരുണയും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ ആശ്വസിപ്പിച്ചു. വെള്ളിയാഴ്ച ചിലർക്ക് സ്നാനപ്പെടാൻ തക്കവണ്ണം ദൈവം ഭാഗ്യമൊരുക്കി. ഇന്നവർക്ക് കർത്തൃമേശയിൽ ആദ്യമായി പ്രവേശിക്കുന്ന നിമിഷമാണ്. പള്ളിയിലായിരുന്നപ്പോൾ കുർബാന എന്ന് പറയുന്ന വ്യവസ്ഥയ്ക്ക് അടിമപ്പെട്ടവരാണ്. വായു മുറുക്കാൻ ഉപയോഗിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും മദ്യപിക്കുന്നവർക്കും ഒക്കെ വായൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുർബാന എടുക്കാൻ. കുർബാന എന്ന വാക്കിനർത്ഥം ബലിയെന്നാണ്. എന്നാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം വെച്ചിരിക്കുന്നത് കുർബാനയായ തിരുവത്താഴ ശുശ്രൂഷയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ കർത്താവിന്റെ മേശയാണ്. അപ്പോസ്തലന്മാർ തുടങ്ങി വെച്ച ശുശ്രൂഷയാണ് കർത്തൃമേശ എന്നുള്ളത്. അപ്പം മുറിക്കുമ്പോൾ കർത്താവിന്റെ ശരീരം മുറിഞ്ഞത് നിങ്ങൾ ഓർക്കണം. പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുമ്പോൾ യേശു ചൊരിഞ്ഞ രക്തത്തെ നിങ്ങൾ ഓർക്കണം. അങ്ങനെ വ്യവസ്ഥയോടുകൂടി അപ്പം മുറിക്കുമ്പോൾ നടക്കുന്ന ഒന്നാണ് ആത്മീക ജനനം നടക്കുകയാണ്. ആത്മീക ബലം ലഭിക്കുകയാണ്. രണ്ട്, ശരീരത്തിൽ സൗഖ്യങ്ങൾ ഉണ്ടാകും. വ്യവസ്ഥ അനുസരിച്ച് കർത്തൃമേശ പങ്കെടുക്കുന്നവർക്ക് സൗഖ്യത്തിനകത്തുണ്ട്. മൂന്ന്, പുതിയ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയാണ്. തന്റെ ദേഹം എന്ന തിരശീല ചീന്തിയാണ് പുതുവഴി തുറന്നത്. അവന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞിരുന്ന സഭയാണ് പുതിയ നിയമസഭ. പുതിയ നിയമസഭയുടെ തുടക്കം എപ്പോഴാണ്? ചില ആളുകൾ പറയുന്നു മർക്കോസിന്റെ മാളിക മുറിയിൽ 120 പേർ കൂടി ഇരുന്നപ്പോഴാണ് പുതിയ നിയമസഭയുടെ തുടക്കം കുറിച്ചത്. മറ്റു ചില ആളുകൾ പറയുന്നത് മന്ദിരത്തിലെ തിരശീല
മുകളിൽ തൊട്ട് താഴെ വരെ. ബൈബിൾ വായിക്കുമ്പോൾ അറിയാം, താഴെ നിന്നും മേളിലോട്ട് കീറുകയല്ലായിരുന്നു, മുകളിൽ നിന്നും താഴോട്ട് കീറുകയാണ്. 2 ഇഞ്ച് കനമുള്ള തിരശീല, 2 കുതിരയെ അപ്പുറത്തും ഇപ്പുറത്തും കെട്ടിയിട്ട് ഈ തിരശീല വലിച്ചാൽ കീറത്തില്ല, അത്രയ്ക്ക് കട്ടിയുള്ളതാണ്. വിവിധമാകുന്ന നൂലുകൾ കൊണ്ട് മെനഞ്ഞതാണ് തിരശീല. അതിപരിശുദ്ധ സ്ഥലത്തെ മറയ്ക്കുന്നതാണ് തിരശീല. ഇതിനകത്ത് ദൈവത്തിന്റെ പെട്ടകമുണ്ട്, മണ്ണായിട്ട് വെച്ച കൽഭരണിയുണ്ട്, അഹരോന്റെ തളിർത്ത വടിയുണ്ട്, ചിറക വിടർത്തി നിൽക്കുന്ന കെരൂബുണ്ട്, ശെഖീന മേഘം അതിന്റെ മേൽ മൂടി നിൽക്കുക. ഓടി വന്ന് ആർക്കും അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അതിപരിശുദ്ധ സ്ഥലമാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ സ്ഥലമാണ്. അവിടെ കാഴ്ചയപ്പത്തിന്റെ മേശയുണ്ട്, അവിടെ താമരത്തൊട്ടിയുണ്ട്. തൊട്ടിപ്പുറത്ത് പ്രാകാരത്തിൽ വരുന്നവൻ കാലുകൾ കഴുകി ശുദ്ധമാക്കിയ ശേഷം വേണം പരിശുദ്ധ സ്ഥലത്ത് കയറുവാൻ. പരിശുദ്ധ സ്ഥലത്ത് വെച്ചിരിക്കുന്ന അപ്പം മണ്ണ് വീഴാൻ പാടില്ല. അതുകൊണ്ട് ടാബർനാക്കിൽ സമാഗമന കൂടാരത്തിന്റെ പലകകൾ ചേർന്നിരിക്കണം. വിശ്വാസികൾ ചേർന്നിരിക്കുമ്പോഴാണ് അകത്തിരിക്കുന്ന അപ്പത്തിൽ കല്ലുകടി ഉണ്ടാകാത്തത്. അതുമാത്രമല്ല, പലകകൾ അകന്നു പോകാതിരിക്കേണ്ടതിനും മാറിയിരിക്കാൻ ഇടയാകാതിരിക്കേണ്ടതിനും ഒരു അമ്പാഴം അതിനകത്തൂടെ പോകുന്നുണ്ട്. പഴയ ആളുകൾക്കറിയാം, പഴയ കഥക കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ അന്താഴം ഇട്ട് പൂട്ടുന്നത്, ഒരു സാക്ഷിയായിട്ട് പൂട്ടുന്നത് പോലെ നീളമുള്ള ഒരു സാക്ഷി അതിനകത്തൂടെ കടന്നു പോവുകയാണ്. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുക. അകന്നിരിക്കരുത്, മാറിയിരിക്കരുത്. ദൈവസഭയ്ക്കകത്ത് വിശ്വാസികൾ പലക ചേർന്നിരിക്കുന്ന പോലെ ഇരിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഒന്ന്, ഇത് നട്ടിരിക്കുന്നത് മരുഭൂമിയിലാണ്, കാറ്റടിക്കാൻ സാധ്യതയുണ്ട്. മണൽക്കാറ്റടിക്കും. മണൽക്കാറ്റടിച്ചാൽ കാറ്റ് മണലിനെ പറത്തിക്കൊണ്ടുവന്ന് ഈ അപ്പത്തിനകത്ത് വീഴും. ഈ അപ്പത്തിനകത്ത് വീഴുമ്പോൾ, അപ്പം ഭക്ഷിക്കുമ്പോൾ കല്ലുകടി ഉണ്ടാകും. അവിടെ ഇവിടെ കൊച്ചു കൊച്ചു അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണം പലകകൾ അകന്നിരിക്കുക. ഈ രഹബോത്ത് ചർച്ചിനോട് ഞാൻ ആത്മാവിൽ പറയുകയാണ്, ചേർന്നിരിക്കാൻ ദൈവം നമുക്ക് തന്ന ഭാഗ്യത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എത്രയോ സഭകളിൽ അനേകരെ അകന്നിരിക്കുക. കമ്മറ്റിക്കാർ കാരണം സഭയിൽ ദൈവദാസന്മാർക്ക് ശുശ്രൂഷിക്കാൻ കഴിയുന്നില്ല. 1, 2, 3 ഗ്രൂപ്പായി തിരിഞ്ഞുകൊണ്ട് സഭയ്ക്കകത്ത് ആത്മികത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക. കൃപയാൽ ഇന്ന് പകലും ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന്റെ കൃപയ്ക്കായി ആ കൈ അടിച്ചത് ദൈവത്തിന് സ്തോത്രം ചെയ്താണ്. 2, ശക്തമായ കാറ്റ് മരുഭൂമിയിലുണ്ട്. ഇതിനകത്ത് ഒരു താമ്ര വിളക്കുണ്ട്, അതിന് 7 കവചമുണ്ട്. 3 ഭാഗം വലത്തുവശത്തും 3 ഭാഗം ഇടത്തുവശത്തും നടുക്ക് ഒരു താമര വിരിഞ്ഞിരിക്കുന്നത് പോലെ. ആ നിലവിളക്കെന്നതിന് പറയും, താമര വിളക്കെന്ന് പറയും. അത് നിരന്തരം കത്തിക്കൊണ്ടിരിക്കണം. ശ്രദ്ധിക്കണമേ, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പോൾ മാത്രമല്ല കത്തേണ്ടത്, ഉണർവിയോഗം വെക്കുമ്പോഴല്ല മാത്രമല്ല കത്തേണ്ടത്. നിനക്ക് തോന്നുമ്പോ വന്ന് കയറിയിരുന്ന് പോകാനുള്ള ഇടമല്ല ഇത്. ഇത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇവിടെ വരുമ്പോൾ നിനക്ക് ഭയം ഉണ്ടാകണം, ഇവിടെ വരുമ്പോൾ നിനക്ക് ഭീതി ഉണ്ടാകണം. ആ ശെഖീന മേഘം ഇറങ്ങുമ്പോൾ നിന്നെ അനുഗ്രഹിക്കാനാണ് ഈ മേഘം ഇറങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്തിട്ട് വിളക്ക് കെടാതെ സൂക്ഷിക്കണം. അതിനെന്ത് ചെയ്യണം? പലകകൾ എന്ത് ചെയ്യണം? ചേർന്നിരിക്കണം. അതിന് നടുക്കൂടെ പോകുന്ന അന്താഴം അകലാൻ പാടില്ലെന്നും കാണിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ്. ഇനി അടുത്ത ഭാഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആ ഭാഗം ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന സമയമുണ്ട്. ആണ്ടിൽ ഒരിക്കൽ മാത്രമേ മഹാപുരോഹിതന് അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പറ്റത്തുള്ളൂ. കയറുമ്പോൾ അവന്റെ അരയിലൊരു കെട്ട് കെട്ടും. നോക്കിക്കഴിഞ്ഞോട്ട് അരയിലൊരു കെട്ട്, അതിന്റെ ഒരു തുമ്പ് വെളി നിൽക്കുന്ന ആളുകൾ കൊടുക്കും. മഹാപുരോഹിതൻ തനിക്ക് വേണ്ടി യാഗം നടത്തുന്നു. അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ബലഹീനത വന്നാൽ അവിടെ മരിച്ചു വീഴാതിരിക്കേണ്ടതിന് അവൻ ഭയപ്പെട്ട് യാഗം നടത്തിയിട്ടാണ്, വിറയലോടുകൂടിയാണ് അവൻ അതിപരിശുദ്ധ സ്ഥലത്ത് കയറുന്നത്. അവിടെ ദൈവത്തിന്റെ ശക്തിയുണ്ട്, അവിടെ ദൈവത്തിന്റെ തേജസ് ഉണ്ട്, അവിടെ ദൈവത്തിന്റെ ശബ്ദമുണ്ട്. കയറി പോകുമ്പോൾ മഹാപുരോഹിതന്റെ വസ്ത്രത്തിൽ അവൻ കെട്ടിയിട്ടിരിക്കുന്ന മണികളുണ്ട്. മണികൾ അതിങ്ങനെ കിലുങ്ങിക്കൊണ്ടിരിക്കും, അതിങ്ങനെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കും. പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഞങ്ങളുടെ പുരോഹിതൻ അകത്തോണ്ട് മരിച്ചു വീണിട്ടില്ല,
ആ മണിശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഞങ്ങളുടെ പുരോഹിതൻ മരിച്ചിട്ടില്ല. ആണ്ടിലൊരിക്കൽ നടത്തുന്ന സമാഗമന കൂടാരത്തിലെ പ്രധാന ശുശ്രൂഷയിൽ മഹാപാപപരിഹാര പെരുന്നാളിന് ആണ്ടിലൊരിക്കൽ അകത്ത് എന്ന് അവൻ രക്തം തളിച്ചു തിരിച്ചു വരുന്ന പുരോഹിതനെ കാണുമ്പോൾ ജനങ്ങൾ ആർത്തു ദൈവത്തെ ആരാധിക്കും. ആ ആണ്ടിലൊരിക്കൽ മാത്രം കയറിക്കൊണ്ടിരുന്ന പുരോഹിതന്മാരെ മാറ്റി നിർത്തിയിട്ട്, അതുകൊണ്ട് എബ്രായലേഖനത്തിൽ വായിക്കുന്നു, അതുകൊണ്ട് തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് നാം എല്ലാവരും എന്ത് ചെയ്യണം? കൃപാസനത്തിലേക്ക് കിലുക്കാൻ മണിയില്ല, വീശാൻ ഉപകുറ്റിയില്ല, പൗരോഹിത്യ വസ്ത്രമില്ല. ആ ഭാഗ്യം അത്ര വലുതാ കേട്ടോ. കേറുവാ കേറുവാ കേറുവാ, നീ കേറുവാ. നീ എന്തിനാ പേടിച്ചു നിൽക്കുന്നത്? നീ എന്തിനാ മടിച്ചു നിൽക്കുന്നത്? നീ കേറുവാ. സമാഗമന കൂടാരത്തിന്റെ അകത്ത് ആണ്ടിലൊരിക്കൽ മാത്രം കേറുന്ന പുരോഹിതനെ മാറ്റി നിർത്തിയിട്ട് നമ്മളോട് പറയുകയാണ്, തത്സമയത്ത് കൃപ ലഭിക്കേണ്ടതിന് നാം എല്ലാം കൃപാസനത്തിലേക്ക് അടുത്തു ചെല്ലണം. എന്തുകൊണ്ട്? അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ പദവി ദൈവം തന്നിരിക്കുക. ഒരാമീൻ ഉറക്കെന്ന് പറഞ്ഞാട്ടെ. അതുകൊണ്ട് എപ്പോഴും ചെല്ലാം കേട്ടോ. കുളിച്ച് കുറി തൊട്ട് അമ്മ ചെല്ലാനല്ല അവൻ പറയുന്നത്, നീ ബാ. എപ്പോഴും കയറി ചെല്ലാം, ഏത് സമയത്തും അവനടുക്ക ചെല്ലാം, അവനോട് കാര്യങ്ങൾ പറയാം. അവന്റെ മേഘം നിന്റെ മേലുണ്ട്. അവൻ നമ്മെ പുരോഹിതന്മാരാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ ഞാൻ കാണുന്നത് സാധാ വിശ്വാസിയായിട്ടല്ല, ഞാൻ കാണുന്ന പുരോഹിതന്മാരാണ്, ഞാൻ കാണുന്ന പ്രവാചകന്മാരാണ്. തലയിൽ കിരീടമില്ലെങ്കിലും ഞാൻ കാണുന്ന രാജാക്കന്മാരാണ്. നിനക്ക് അധികാരമുണ്ട്, നീ പറഞ്ഞ ചിലപ്പോൾ നടക്കും. ഇന്ന് പകൽ അന്ധകാര മണ്ഡലങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ പോരാടുന്നെങ്കിൽ, നിന്റെ തലമുറക്കെതിരെ വെല്ലുവിളിക്കുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ പറയട്ടെ, അതിനെ ബ്രേക്ക് ചെയ്യാം. വളരെ പ്രാർത്ഥിച്ച് നമുക്ക് മനസ്സിലായിരിക്കാം. ചില ചിന്തകൾ പറഞ്ഞ വാക്കുകളെ അവസാനിപ്പിക്കുക. വായിച്ച സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിക്കണമേ. 13ാമത്തെ വാക്യം. നിങ്ങളൊന്ന് നോക്കിക്കേ, യോജിപ്പില്ലാത്ത ഒരു വാക്കുപോലെ തോന്നുന്നു. നിങ്ങൾ നോക്കിയേ, എന്താ യോജിപ്പില്ലാത്ത? മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അത് കറക്റ്റാണ്. പക്ഷേ താഴ്വരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതും കറക്റ്റാണ്. പക്ഷെ ഒരു സംഭവം അവിടെ എഴുതിയിട്ടുണ്ട്. അവ എന്ത് ചെയ്യുന്നു? അവർക്ക് പറഞ്ഞിട്ട്, ധാന്യം ആർക്കുമെങ്കിൽ, പ്രകൃതി ആർക്കുമെങ്കിൽ, വൃക്ഷസസ്യാദികളെല്ലാം ആർക്കുമെങ്കിൽ, പക്ഷിമൃഗാദികൾ ആർക്കുമെങ്കിൽ, നമ്മൾ ഇന്ന് പകൽ വന്നത് ആർത്ത് കർത്താവിനെ ആരാധിക്കാൻ. ഇതുവരെ ഒരു സ്വോത്രം പോലും പറയാത്തതിനകത്തിരിപ്പുണ്ട്. നിന്നെ ദൈവം വിളിച്ചുകൊണ്ട് വന്നതിനകത്ത് ആർത്തു ദൈവത്തെ ആരാധിപ്പാനാ. ഇത്രയും ശബ്ദം ഉണ്ടാക്കില്ലെന്ന് ആരും പറഞ്ഞ് നിന്റെ ആരാധന വിലക്കത്തില്ല. എത്രയും ശബ്ദം ഇതിനകത്തിരുന്ന് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ശബ്ദം ഉണ്ടാക്കി ദൈവത്തെ ആരാധിച്ചോണം. കാരണം ശബ്ദത്തിന് ചിലത് സൃഷ്ടിപ്പാൻ കഴിയും. ഇന്ന് പകൽ ആദരം കൊണ്ട് നീ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നിന്റെ ഭാവിക്കെതിരെ ബന്ധിച്ച ബന്ധനമുണ്ട്. നീ അറിയാതെ നിന്റെ നന്മയെ മുടക്കിയ വിഷയമുണ്ട്. നിന്റെ ജോലി സ്ഥലത്ത് നിനക്കെതിരെ പോരാടിയ പോരാട്ടമുണ്ട്. നിന്റെ പോക്കിലും വരവിലും നിന്നെ തകർത്ത് കളയാൻ നിനക്കെതിരെ വെല്ലുവിളിച്ച വിഷയമുണ്ട്. പക്ഷെ ഇന്ന് പകൽ നിനക്കൊരു ജയം ദൈവം തരാൻ പോവുകയാണ്. താഴ്വരകൾ ധാന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കുറച്ച് മനസ്സിലാകുന്ന ഒരു അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിച്ച് ഇസ്രായേലിന്റെ രാഷ്ട്രീയപരമായ മതപരമായ പിന്മാറ്റത്തിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ പ്രവചിക്കുന്ന ഒരു സന്ദേശമാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ വായിക്കാം. യഹോവയുടെ കൈ എന്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ എടുത്തുകൊണ്ട് പോയി. എവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു? നിങ്ങൾ ശ്രദ്ധിച്ച്, താഴ്വരയിൽ ധാന്യം നിറഞ്ഞു കിടക്കേണ്ടതാണ്. എന്താണ് താഴ്വരയിൽ നിറഞ്ഞു കിടക്കേണ്ടത്? കേട്ടില്ല? ഉറക്കെ പറഞ്ഞിട്ട്, താഴ്വരയിൽ എന്താണ് കിടക്കേണ്ടത്? ധാന്യമാണ്. പക്ഷെ ഇപ്പോൾ താഴ്വരയിൽ കിടക്കുന്ന ധാന്യമല്ല, താഴ്വരയിൽ അസ്ഥികൂടങ്ങളാണ്. യഹൂദൻ പച്ചപിടിച്ചും പ്രബലപ്പെട്ടു പോകേണ്ടവനാണ്. അവന്റെ ആത്മീക അധപ്പതനത്തെ കാണിക്കുക, അവന്റെ രാഷ്ട്രീയപരമായ പതനത്തെ കാണിക്കുക.
ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ അറിയാം, ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. താഴ്വരയിൽ കിടക്കേണ്ട ധാന്യം ഇപ്പോൾ അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല, പകരം അസ്ഥികൾ കിടക്കുക. ഇന്ന് മുതൽ പ്രവചനാത്മാവിൽ പ്രവചിച്ചുകൊണ്ട് ചില വ്യക്തികളെ കൈചൂണ്ടി ഞാൻ പറയട്ടെ, നീ പ്രതീക്ഷിക്കുന്നത് താഴ്വര ഇപ്പൊ കാണുന്നില്ല, നീ കണക്ക് കൂട്ടുന്നത് താഴ്വര കാണുന്നില്ല, നിന്റെ സ്വപ്നത്തിന് ഒത്തവണ്ണം താഴ്വരയിൽ ധാന്യം കിടക്കുന്നില്ല. അത് കൊയ്തെടുത്തോ, അത് കരിഞ്ഞുപോയോ, അതിന്റെ സ്ഥാനത്ത് എന്ത് പറ്റിയെന്ന് നിനക്ക് കാണാൻ പറ്റുന്നില്ല. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. ഒരു ദൂത് ദൈവം അവനെ കാണിക്കുന്നു. താഴ്വരയിൽ പ്രതീക്ഷിച്ചത് കാണുന്നില്ല, മറ്റൊന്ന് കിടക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് പ്രവചിപ്പിച്ച് അതിന് ജീവൻ നൽകുന്ന ഒരു ദൈവശക്തിയാവുക. ഉദാഹരണം ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ കൃഷി നടത്തുന്നവരാണെങ്കിൽ കണ്ടത്തിൽ കൊയ്യാൻ വേണ്ടി ചെന്നു. കണ്ടത്തിൽ ഇറങ്ങി നിന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച വാഴപ്പിണ്ടി മരങ്ങളെല്ലാം വെട്ടിക്കൊണ്ടിട്ടിരിക്കുക. അവിടെ കിടക്കേണ്ടത് എന്താണ്? നെല്ലോ ഗോതമ്പോ ആണ്. പക്ഷെ ആ സമയം നിങ്ങൾ ഭയന്നുപോയി, നിരാശപ്പെട്ടു, സങ്കടപ്പെട്ടു. ഞാൻ കൃഷി ഇറക്കി എന്റെ കൃഷിപ്പാടങ്ങൾ എനിക്ക് കൊയ്യാൻ കഴിയുന്നില്ല, എന്റെ അനുഭവം എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും ഇത് മകത്തിരിക്കുന്ന പരിശുദ്ധമ്മ പറയുന്നു, അനുഭവം എടുക്കാൻ കഴിയാത്ത, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനുഭവം എടുക്കാൻ കഴിയാത്ത, വീണ്ടും ദൈവം എന്റെ കാതിലെ ശബ്ദം കേൾപ്പിക്കുന്നു. കഷ്ടത്തിന് അധ്വാനത്തിന് ഒത്തവണ്ണം അനുഭവം എടുക്കാൻ കഴിയാതെ നിന്റെ നന്മയുടെ മുകളിൽ ഏതെങ്കിലും അസ്ഥികൾ വീണ് കിടക്കുന്നെങ്കിൽ ഇന്ന് പകൽ അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നിനക്കൊരു ക്ഷയം കൊണ്ടുവരാൻ പോവുകയാണ്. നമുക്കറിയാം, പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം ഉയരാൻ കഴിയുന്നില്ല, സ്വപ്നങ്ങൾക്ക് ഒത്തവണ്ണം വളരാൻ കഴിയുന്നില്ല. ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇന്ന് നിനക്കൊരു ഉത്തരം കർത്താവ് തരും. അപ്പൊ പ്രവാചകൻ താഴോട്ട് നോക്കിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, ഈ കിടക്കുന്ന അസ്ഥികൾ നീ കണ്ടോ? കണ്ടു. തലയോട്ടി ഒരു ഭാഗത്ത്, കൈയുടെ അസ്ഥികളെല്ലാം വേറൊരു ഭാഗത്ത്, കാലിന്റെ അസ്ഥികൾ, ഞരമ്പ് ഒന്നുമില്ല, മാംസം ഒന്നും ഇല്ല, അസ്ഥികൾ മാത്രം. ഒന്ന് പറഞ്ഞാട്ടെ, അസ്ഥികൾ മാത്രം, അസ്ഥികൾ മാത്രം. ഇനി ഈ അസ്ഥികൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഉദാഹരണം, ഒരു 5000 അസ്ഥികൂടങ്ങൾ ഉണ്ടെന്നിരിക്കട്ടെ. തലയോട്ടി എണ്ണിയാൽ കണ്ടുപിടിക്കാം 5000 പേരുണ്ടെന്നുള്ളത്. പക്ഷെ ഈ അസ്ഥികൾ ആരുടേതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ DNA ടെസ്റ്റ് നടത്തണം. DNA ടെസ്റ്റ് നടത്തണമെങ്കിൽ വർഷങ്ങൾ എടുക്കും. വർഷങ്ങൾ കാത്തിരിക്കാൻ മനസ്സുണ്ടില്ല. കേട്ടോണം, വർഷങ്ങൾ കാത്തിരിക്കാൻ മനസ്സില്ല. കർത്താവേ, ഈ ഞായറാഴ്ച പകൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നോക്കി ഞാൻ പറയാം, നിനക്ക് വേണ്ടി ദൈവം ചലിക്കാൻ പോവുകയാണ്. ഏറ്റെടുത്തോണം, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ചോണം. നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൂത് നിങ്ങൾക്ക് കിട്ടിയ ചാടി പിടിച്ചോ. അബ്രഹാമിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി നിൽക്കുക. ശ്രദ്ധിച്ച്, ഇസ്ഹാക്ക് കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല. സാറായുടെ കണക്കുകൂട്ടലുകളും തെറ്റി. സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം കണ്ടു. ഇനി ഒരു കുഞ്ഞു ജനിക്കാൻ സാധ്യതയില്ല, വയസ്സിൽ വൃദ്ധയായിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദൂത് ദൈവം പറയുന്നു, വരുന്ന ആണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. ആരോടോ പരിശുദ്ധമ്മ പറയുന്നു, ഒരു കണക്കുകൂട്ടലും നടക്കുന്നില്ലെന്ന് കരുതി, സ്വപ്നങ്ങൾ തകർന്നു എന്ന് കരുതി ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ കർത്താവ് പറഞ്ഞ വാക്ക് നീ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. ഇല്ലായ്മയിൽ നിന്നും ഉളവാക്കാൻ കഴിവുള്ള ദൈവം നമ്മുടെ ദൈവമാണ്. കൈയൊന്ന് അടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താൽ യേശുവിന്റെ നാമത്തിൽ അവിടെ വായിക്കുന്നത്, സാറ ഉള്ളുകൊണ്ട് ചിരിക്കുന്നതും പല്ലുകൊണ്ട് കാണിച്ചു ചിരിക്കുന്നതും രണ്ടും രണ്ടാണ് അല്ലേ? ആണോ? പല്ലുകൊണ്ട് ചിരിച്ചാൽ നമുക്ക് പിടി കിട്ടും, പക്ഷെ ഉള്ളുകൊണ്ട് ചിരിച്ചാലോ ആർക്കേ പിടി കിട്ടത്തുള്ളൂ? സ്വർഗത്തിലെത്തി. പെട്ടെന്ന് ദൈവം ചോദിച്ചു, സാറായെ നീ ചിരിച്ചോ? ഇല്ല, ഞാൻ ചിരിച്ചില്ല. എങ്കിൽ നിന്റെ വീട്ടിൽ ഒരു ചിരി വരാൻ പോവുകയാണ്. ഇസ്ഹാക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ചിരി. ഇസ്ഹാക്കിന്റെ ജനനം ആ വീടിനകത്ത് സന്തോഷമായി മാറ്റാം. ഈ കൊച്ചിയിറക്കൻ നിലത്തൂടെ ഇഴഞ്ഞഴിഞ്ഞ് നടക്കുമ്പോൾ അബ്രഹാമും സാറായും ചിരിക്കുക.
അയോവൃദ്ധരായവർ ഈ കുഞ്ഞിനെ ഒക്കത്ത് വെച്ചുകൊണ്ട് റോഡിൽ പോകുമ്പോൾ നടറ ആ വയസ്സിന് കിട്ടിയ കുഞ്ഞിനെ കണ്ടോന്ന് ചോദിച്ചു. ആളുകൾ ചിരിക്കുക. ഇന്ന് പകൽക്കാലം നീ ഏത് ഉള്ളിൽ ചിരിച്ചോ അത് നിനക്ക് തരാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറാം. ചില കുടുംബങ്ങളിൽ ഇസ്സഹാക്കന്മാർ ജനിക്കാൻ പോവുകയാണ്. ഞാൻ ഒന്നുകൂടെ തെളിച്ചു പറയാം. ചില കുടുംബത്തിൽ സന്തോഷമുണ്ടാകാൻ പോവുകയാണ്. ചില കുടുംബത്തിൽ ഉല്ലാസം ഉണ്ടാകാൻ പോവുകയാണ്. ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോളാം. പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കർത്താവ് പറയാ, നിന്റെ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാകാൻ പോവുകയാണ്. നിന്റെ വീട്ടിൽ ഒരു ചിരി ദൈവം തരാൻ പോവുകയാണ്. കൈ അടിച്ചോ ആത്മാവിൽ ദൈവത്തെ ആരാധിച്ച് നിന്റെ കുടുംബത്തിനകത്ത് ചില സന്തോഷം ഉണ്ടാകാൻ പോവുകയാണ്. വിശ്വസിക്ക്, വീടിനകത്ത് ഒരു സന്തോഷം ഉണ്ടാകാൻ പോവുകയാണ്. ചിരി ഉണ്ടാകാൻ പോവുക. ചിരി ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ചിരി ഇഷ്ടമാണ്. പക്ഷെ ഇത് അസാധാരണ ചിരിയാണ്. ഈ കൊച്ചൻ ഭിത്തിയെ പിടിച്ച് എഴുന്നേക്കും. നിൽക്കാൻ നോക്കുമ്പോ പൊത്തോന്ന് താഴെ വീഴും. എങ്ങനെ ചിരിക്കാതിരിക്കും? വയസ്സാം കാലത്ത് ചിരി ദൈവം ഒരുക്കി വെച്ചിരിക്കുക. ഈ സഭായുഗത്തെ മറക്കരുത്. ദൈവം നിനക്കൊരു ചിരി തരാൻ പോകുകയാണ്. ആമീൻ ഉറക്കെ പറഞ്ഞാട്ടെ. കരഞ്ഞ് കണ്ണുനീരുമായി നിലവിളിക്കുന്ന ഹൃദയത്തോടാണ് ഇരിക്കുന്നത് കർത്താവ് കാണിക്കുന്നു. ഏറ്റവും പുറകിൽ നടുക്കിരിക്കുന്ന ദൈവദാസിയോട് കർത്താവ് പറയാൻ, ഒത്തിരി കരയുന്നുണ്ട് ഈ ദിവസങ്ങളിൽ, ഒത്തിരി നിലവിളിക്കുന്നുണ്ട്. ആരും കാണാതെ നിന്റെ കണ്ണുനീര് സാരിത്തോപ്പിൽ നീ തുടയ്ക്കുന്നുണ്ട്. വാ പൊത്തി നീ കരയുന്നുണ്ട്. നിന്റെ ശബ്ദം ആരും കേൾക്കാതിരിക്കേണ്ടതിന് സങ്കടപ്പെട്ട് നീ കരയുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, നിന്റെ വീടിനകത്ത് സന്തോഷമുണ്ടാകാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വളഞ്ഞ ചിലതിനെ ദൈവം നേരെയാക്കാൻ പോകുകയാണ്. കൈവിട്ടുപോയ ചിലതിനെ ദൈവം തിരിച്ചു തരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ഈ പുൽപ്പത്തിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുക, നിന്റെ വീട്ടിൽ ഒരു ചിരി വരാൻ പോകുകയാണ്. ഏറ്റെടുത്തോളം അടുത്തിരിക്കുന്ന കൈ കൊടുത്തോണ്ട് പറ, ചിരി വരാൻ പോവുക എന്ന് പറയാം. ചിരി വരാൻ പോവുക, ചിരി വരാൻ പോവുക. ഇന്ന് ഇതിനകത്ത് ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങ് സങ്കടം തോന്നുക. എന്തോ ഭയങ്കരമായ ആപത്തിന് രക്ഷപ്പെട്ടു വന്നിരിക്കുന്ന പോലെ. കർത്താവ് പറയുക, ഇന്നലെ സംഭവിച്ച ഒന്നും നീ ഓർത്ത് വേദനിക്കണ്ട. ഈ ദൂത് ഏറ്റെടുത്ത് പിടിച്ചു ദൈവത്തെ സ്തുതിച്ചു. അടുത്ത സ്റ്റെപ്പിൽ ഒരു ചിരി വരാൻ പോവുകയാണ്. ഒരു ചിരി വരാൻ പോവുകയാണ്. പലരും കണ്ട് സന്തോഷിക്കാൻ പോവുകയാണ്. എന്തായി എന്ന് പലരും ചോദിക്കുന്നില്ലേ? ഏറ്റെടുത്തോ എല്ലാവരോടും. അല്ല ഈ ദൂത് ഇന്ന് പകൽ നിരാശപ്പെട്ടിരിക്കുന്നത് പറയുക, ഒരു ചിരി വരാൻ പോവുകയാണ്. താഴ്വരകളിൽ കിടക്കുന്നത് ധാന്യമാണ്. പക്ഷേ ഇപ്പൊ കണ്ട കാഴ്ച അസ്ഥികൾ കിടക്കുക, അസ്ഥി കൂമ്പാരങ്ങൾ കിടക്കുക. ദൈവവും പ്രവാചകനും തമ്മിൽ ഒരു സംഭാഷണം. ശ്രദ്ധിച്ച്, ഈ അസ്ഥികൾ ആരോട് ചോദിക്കുന്നു? ദൈവം പ്രവാചകനോട് ചോദിക്കുക, പ്രവാചക ഈ അസ്ഥികൾ നിങ്ങളായിരുന്നെങ്കിൽ എന്ത് പറയുന്നത്? ഒരു 7 ദിവസം ഞങ്ങൾ ഓസാക്കാൻ പോകും, അത് കഴിഞ്ഞ് ഞങ്ങൾ ജീവിപ്പിച്ചു. ചില ആളുകൾ പറയും 21 ഞങ്ങൾ എടുക്കും, വെള്ളം കുടിക്കാതിരിക്കാൻ പോകും. ചില ആളുകൾ പറയും 40 ഞങ്ങൾ എടുക്കാം. ഈ അസ്ഥി എന്ത് ചെയ്തരാ? ഈ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ പറഞ്ഞാട്ടെ. നമ്മൾ പലതും നേരെയാക്കാൻ നോക്കുന്നത് കൊണ്ടാണ് നേരെയാകാത്ത. നമ്മുടെ വിഷയം കർത്താവിന് കൊടുക്കരുത്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു ഭാഗമാണ്, 5 അപ്പം ബാലകന്റെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം അത്ഭുതമില്ല. അവന്റെ പ്രശ്നം ദൈവത്തിന്റെ കയ്യിൽ വന്നു. ഇന്ന് പകൽ നിന്റെ പ്രശ്നം ദൈവത്തിന്റെ അടുക്കൽ എത്തിയിട്ടില്ല. നീ തന്നെ കിടന്ന് ബലം പിടിച്ചെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. കർത്താവ് വീണ്ടും വീണ്ടും ശക്തമായി പറയുന്ന, നിന്റെ വിഷയം ദൈവത്തിന് കൊടുത്തിട്ട് നീ കൈകൾ കൊട്ട വിട്ട് ഒഴിഞ്ഞ വ്യക്തിയെ പോലെ തുള്ളിച്ചാടി ആരാധിച്ചോ. നിന്നോടൊപ്പം ചില വിടുതലുകൾ ഈ ഇറങ്ങി പോകാൻ പോവുകയാണ്. അത് വിശ്വസിക്കുന്നവർ മാത്രം ഒന്നിച്ച് കൈ അടിച്ച് ഒരു സ്തോത്രം ചെയ്യട്ടെ. ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രതീക്ഷയില്ല. കണക്കുകൾ തെറ്റി ആരെങ്കിലും ഉണ്ടോ എങ്കിൽ നിങ്ങളോട് പറയുകയാണ്, വിഷമിക്കരുത്. കറക്റ്റ് ഉത്തരം നിങ്ങൾ കൊടുത്താൽ മതി. എന്താ കൊടുക്കേണ്ടത്? എനിക്കൊന്നും അറിയത്തില്ല കർത്താവ്. ഞാൻ വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ഞാൻ ദശാംശം കൊടുക്കുന്നു. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. ഞാൻ പ്രാക്ടീസ് കൊടുക്കുന്നു, സുവിശേഷം പറയുന്നു. എന്റെ കാര്യം എങ്ങനെ ആവുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല. ആ ഉത്തരമാണ് ദൈവത്തിന് ഇഷ്ടം.
എന്തെങ്കിലും കഴിവുകൊണ്ടും ബലം കൊണ്ടും നീ ഓടാൻ നോക്കിയാൽ നിനക്ക് എത്താൻ പറ്റത്തില്ല. വീണ്ടും വീണ്ടും പറയും, നിനക്ക് എത്താൻ പറ്റത്തില്ല. ഇന്നും പകൽ സറണ്ടർ ആകുക, ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്നിട്ട് പറ, നിനക്കെല്ലാം കഴിയും. ഉറക്കെ പറഞ്ഞാട്ട്, ശക്തിയോട് പറഞ്ഞാട്ട്, നിനക്കെല്ലാം കഴിയുമെന്ന് ഉറക്കെ പറഞ്ഞാട്ട്. എല്ലാം കഴിയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്നു. ആ ദൈവത്തിന്റെ മുമ്പിൽ പറയുക, എനിക്ക് കഴിയത്തില്ല, നിനക്ക് കഴിയും. സഹോദരി, നിങ്ങൾ ഒന്നും എഴുന്നേറ്റ് ആദ്യമായിട്ട് വന്നല്ലേ? കർത്താവിന്റെ ഒരു കാഴ്ച കാണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിച്ചോട്ട് മരിച്ചുപോയ നാറ്റപ്പച്ച ലാസറിന്റെ വീട്ടിൽ വന്ന കർത്താവ് പറയുക, വിശ്വസിച്ചാൽ നീ ഒരു മഹത്വം നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകും. നീ പലർക്കും ഒരു അധികം പറ്റാത്ത പല വാക്കുകൾ നിന്നെ മുറിച്ചിരിക്കുകയാണ്. അതൂത് പറഞ്ഞപ്പോൾ തന്നെ പൊട്ടിക്കരയുന്ന കണ്ടോ? ജീവിതം എന്തിനാണെന്ന് പലവട്ടം നീ ചോദിച്ചവളാണ്. സഹോദരി കരയാണ്. ഇങ്ങോട്ട് നോക്കി, ഞാൻ ഒരു ദൂത് ഞാൻ കൈമാറാം. ഞാൻ ആരാധിച്ചപ്പോൾ കണ്ടൊരു കാഴ്ച. നിങ്ങൾ ഇപ്പോഴാണ് കയറി വന്നത് അല്ലേ? നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ കർത്താവിന് അറിയാം. കർത്താവ് പറയുക, ഒരു അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു. അടഞ്ഞ വഴികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുക. നാറ്റം വെച്ച സംഭവങ്ങൾ, മരണത്തിന്റെ അവസ്ഥ പോലെ എന്തോ വീടിനകത്ത് വേട്ടയാടുന്നുണ്ട്. പക്ഷെ മരിച്ച സംഭവങ്ങൾക്കപ്പുറം ജീവിപ്പിക്കുന്ന ദൈവശക്തി കൈയടിച്ചൊരു ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ടെ. അവിടെ വ്യാപരിക്കുന്ന ആ കുടുംബത്തിൽ വ്യാപരിക്കുന്ന ദർശനങ്ങൾ അഴിയട്ടെ, തെറ്റുകൾ അഴിയട്ടെ. ദൈവത്തെ ശക്തിയോട് ആരാധിച്ച് സൗഖ്യപ്പെടുന്നതിന് സംഭവിക്കട്ടെ. രണ്ട് വിഷയത്തിന്റെ മറുപടി നിങ്ങൾക്ക് ഉടനെ കിട്ടണം. ഒന്നൊരു സാമ്പത്തിക പ്രശ്നം, രണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന നിന്മയം. രണ്ട് വിഷയത്തിന് ഉത്തരം കർത്താവ് പറയുകയാണ്, ഞാൻ ചെയ്യാം. അടുത്തിരിക്കുന്ന ആളാ ദേഹത്തൊന്ന് കൈവച്ച് അടുത്തിരിക്കുന്ന ഏതോ വലവിരിക്കുന്ന ഷൂഡാബ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ ഹോള് വിട്ട് ഇറങ്ങുമ്പോ, വീട്ടിൽ ചെല്ലുമ്പോ അവൾ നിരാശപ്പെട്ടു പോയി എന്ന് പറഞ്ഞ പിശാച് അവൾ സന്തോഷിച്ചു വരുന്നു എന്ന് പറയത്തക്കവണ്ണം സ്വർഗത്തിന് ഭൂമിക്ക് നാഥന യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ, വിടുതൽ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇരുന്നാട്ട് സഹോദരൻ, ഇരുന്നാട്ട്. കർത്താവ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ രാത്രി നിങ്ങൾ ഒത്തിരി വേദനിച്ചു, നിങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടു. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ശക്തമായി ചില വ്യക്തികൾ നിമിത്തം നിങ്ങൾക്ക് ചർച്ചയെ കുറിച്ച് അറിയാൻ ഇടയായി. ശരിയാണോ? ശരിയാണ്. അതുകൊണ്ടാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടുന്ന് നിങ്ങൾ പോകുമ്പോൾ ഒരു മഹത്വം നിങ്ങളുടെ കൂടെ വരും. കുടിയിരിക്കുന്ന ചില ശക്തികൾ, ചില ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും നിങ്ങളുടെ കുടുംബത്തെ തകർക്കാൻ മനഃപൂർവ്വം ചെയ്ത ചില കർമ്മങ്ങൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ആരാധിച്ചപ്പോൾ കണ്ടത് അവിടെ ബന്ധനം അഴിഞ്ഞു കഴിഞ്ഞ മരണം ആ വീടിനകത്ത് ഇങ്ങനെ മണി മുഴക്കിക്കൊണ്ടിരിക്കുന്ന ശബ്ദത്തിന്റെ കാതിൽ കേൾക്കാം. പക്ഷെ കർത്താവ് നിങ്ങൾക്ക് ആശ്വാസം കൽപ്പിക്കുന്നു. ഒന്ന് ചിലാമി പറഞ്ഞാട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരട്ടെ. പ്രതീക്ഷയില്ല, കണക്കുകൾ തെറ്റി, സ്വപ്നങ്ങൾ തകരുന്നു. ശ്രദ്ധിച്ച്, ഇങ്ങനെ ആരെങ്കിലും ഇരിപ്പുണ്ടോ? സ്വപ്നങ്ങൾ തകരുന്നു, കണക്കുകൂട്ടലുകൾ തെറ്റുന്നു, കാര്യങ്ങൾ നടക്കുന്നില്ല. 50 മൈൽ വേഗതയിൽ ഓടിയ നിങ്ങൾ ഓടാൻ കഴിയാതെ 10 മൈൽ സ്പീഡ് പോലും എടുക്കാൻ പറ്റാതിരിക്കുന്നെങ്കിൽ ഉത്തര കർത്താവ് തരുന്നത് നിങ്ങളുടെ അകലത്തിൽ കൂടെയാണ്. എങ്ങനെ? ഈ അസ്ഥികൾ എങ്കിൽ ജീവിക്കാൻ പോകുക. കർത്താവ് പറഞ്ഞ അടുത്ത സംഭാഷണങ്ങൾ കേൾക്കണം. ഈ അസ്ഥിയോട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രവചിക്കണം. ആര് പ്രവചിക്കണം? നമ്മളെല്ലാം പറഞ്ഞ ദൈവം ഇങ്ങോട്ട് വന്ന് തരട്ടെന്നാണ്. ഇല്ല, ഇന്നത്തെ സന്ദേശം കേട്ടോണം. നീ നിന്റെ അവസ്ഥയെ നോക്കി പ്രവചിക്കണം.
മനസ്സിലായില്ല. അരിക്കലത്തിൽ അരിയില്ലെങ്കിൽ, മാവ് വെച്ചിരിക്കുന്ന പാത്രത്തിൽ മാവില്ലെങ്കിൽ, എണ്ണ വെച്ചിരിക്കുന്ന കലശത്തിൽ എണ്ണയില്ലെങ്കിൽ നീ കൽപ്പിക്കണം. നിന്റെ വീടിനെ നോക്കി നീ കൽപ്പിക്കണം. നിനക്ക് വീടില്ലെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ ആ സ്ഥലത്ത് പോയി നിന്നും പ്രാർത്ഥിക്കണം. ഇവിടെ 3 ബെഡ്റൂം, ഒരു കിച്ചണും ഉയരുന്ന ഞാൻ കാണുന്നു, ഒരു മനോഹര ഹോള് കാണുന്നു എന്ന് നിന്റെ ആദരം കൊണ്ട് നീ പറയണം. വചനം പറയുന്നു, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. നീ ഏത് ഇഷ്ടപ്പെടുന്നോ അത് നിനക്ക് കിട്ടും. തകർച്ചയാണ്, വീണുപോയി, ഇനി ഒരിക്കലും എഴുന്നേൽക്കത്തില്ല, എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്താകുമെന്ന് നീ വേദനിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ ആദരത്തിലെ ശബ്ദം നിന്റെ വീടിനകത്ത് ചിലതിനെ സൃഷ്ടിക്കാൻ പോകുകയാണ്. പ്രവാചകനോട് ദൈവം പറയുന്നു, നീ പ്രവചിക്കണം. സകലത്തെ സൃഷ്ടിച്ച ദൈവം, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവം ഒരു വാക്ക് കൽപ്പിച്ച പോരെ? ഒരു വാക്കുകൊണ്ടല്ലേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അങ്ങനെയെങ്കിൽ ഈ അസ്ഥികൾ ജീവിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞാൽ പോരെ? ഈ വിഷയം ശ്രദ്ധിച്ചേ, ഇപ്പം നീ അകപ്പെട്ട വിഷയം നീ പറഞ്ഞാൽ മാത്രമേ ജീവൻ നടക്കത്തുള്ളൂ. ഉറക്കെ രാമ്യം പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞ, മോശേ നിന്റെ കയ്യിലിരിക്കുന്ന വടി നീ നീട്ടിയാലേ ചെങ്കടൽ. ചില ആളുകൾ പറയുന്നു, ശ്രദ്ധിച്ചേ, ദൈവമേ ഈ ചെങ്കടലൊന്ന് തുറന്നതാ. ഞാൻ കുറെ ദിവസമായി ഈ വിഷയത്തിന് ഭാരപ്പെടുകയാണ്, ഇതൊന്നും തുറന്നതാ. അവരോട് പറയുകയാണ്, ദൈവം തുറക്കത്തില്ല. ചില ആളുകൾ സൂക്ഷിച്ചു നോക്കുന്നു, അതെന്തോ പാസ്റ്റർ അങ്ങനെ പറയുന്നേ? നിന്റെ കയ്യിൽ ദൈവം അധികാരത്തിന്റെ വടി തന്നിട്ടുണ്ട്. ആ വടി നീട്ടാത്തോളത്തോളം കാലം മോശേ നിന്റെ കുടുംബത്തിനകത്തും ഈ ജനത്തിന് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ആത്മാവെന്നെ കാണിക്കുന്ന ഒരു കാഴ്ച, ഒരു ബൗണ്ടറി, ഒരു വര വരച്ചിട്ട് പിശാച് നിന്നെ വരക്കിപ്പുറത്ത് നിർത്തിയിരിക്കുക. ഇതിനപ്പുറം കടക്കാൻ അനുവദിക്കത്തില്ലെന്ന് വാതുകെട്ടി പോരാടി നിൽക്കുമ്പോൾ പ്രാർത്ഥനയുടെ വടി, വിശ്വാസത്തിന്റെ വടി, ദൈവശക്തിയുടെ വടി, അഭിഷേകത്തിന്റെ വടി ഇന്ന് പകൽ നീട്ട്. അത്ഭുതം നടക്കാൻ പോകുക, ദൈവപ്രവൃത്തി നടക്കാൻ പോകുക. വിശ്വസിച്ച് പറ. നിന്റെ രോഗം എന്തുമായിട്ടുണ്ട്, ആ രോഗത്തെ നോക്കി പറയണം. ഞാൻ 5 വർഷം മുമ്പ് ട്രിവാൻഡ്രത്ത് ഒരു ചർച്ചയിൽ പ്രസംഗിക്കാൻ പോയി. പ്രസംഗം കഴിഞ്ഞ് ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വന്നപ്പോൾ ഒരു കുഞ്ഞ് അവൻ വന്ന് പ്രാർത്ഥിക്കാൻ എൻ്റെ അടുത്ത്. അവന്റെ കണ്ണിന്റെ ഡയറക്ഷൻ വ്യത്യാസമുണ്ട്, പൊസിഷൻ വ്യത്യാസമുണ്ട്. ഒരു കണ്ണിനോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് മാറിയിരിക്കുക, പൊസിഷൻ വ്യത്യാസം. ഡോക്ടർമാരെല്ലാം പരിശോധിച്ചിട്ട് പറഞ്ഞു സർജറിയിൽ നേരെയാക്കാൻ പറ്റത്തില്ല. അത്ഭുതം നിങ്ങൾ കേൾക്കണം. ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. ഒരു അത്ഭുതം ഞാൻ പറയാം. ആ കുഞ്ഞിന്റെ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ ഒരാൾ ഫോട്ടോ എടുത്തിട്ട് പെട്ടെന്ന് ഫോട്ടോ എടുത്തു. സെക്കൻഡ് കൊണ്ട് സംഭവം ഉണ്ടായി. ആ പൊസിഷൻ നേരെയായി. ആ ഫോട്ടോക്കകത്ത് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ആ കണ്ണിന്റെ റെറ്റിന മൂവ് ചെയ്തതുപോലെ ഇന്നു പകൽ നിന്റെ രോഗം മാറാൻ നീ പ്രാർത്ഥിച്ചു. നീ തലത്തിൽ വെച്ച് മാറട്ടെ എന്ന് പറഞ്ഞ, നീങ്ങട്ടെ എന്ന് പറഞ്ഞ, അത് സംഭവിക്കുമെങ്കിൽ അത് ഇന്ന് പകൽ മാറിയിരിക്കുന്ന ഇന്ന് പകൽ ആലയത്തിൽ വേദനയോടോ രോഗത്തോടോ ആരെങ്കിലും വന്നിട്ടുണ്ടെന്ന് നിങ്ങളോട് പറയുകയാണ്, ഈ മലയോട് കടലിൽ ചാടിപ്പോ എന്ന് പറഞ്ഞാൽ ചാടിപ്പോകുമെങ്കിൽ നിന്റെ ശരീരത്തിലെ രോഗക്കെട്ടുകൾ ശരീരം വിട്ടു പോകട്ടെ എന്ന് പറഞ്ഞാൽ ഇന്നത് ശരീരം വിട്ടു പോ. 2 ചോദ്യമാണ് ദൈവം ചോദിച്ചു. ഒന്ന്, ഈ അസ്ഥികൾ, അതിന് പറഞ്ഞ മറുപടി നിനക്ക് കഴിയും. 2, നീ പ്രവചിക്കണം. നിന്റെ ഭാവി നീ പ്രവചിക്കണം. നിന്റെ വീട്ടിൽ വന്നു കയറേണ്ട പെൺകുട്ടി എങ്ങനെയാണെന്ന് നീ പ്രവചിക്കണം. നീ വീട് വെക്കാൻ പോകുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. നിന്റെ കുഞ്ഞുങ്ങൾ പഠിച്ച് ഏത് നിലയിലാകുമെന്ന് നീ സ്വപ്നം കണ്ടുകൊണ്ട് പറയണം. മോളെ നീ നേഴ്സ് ആകുമെങ്കിൽ ആകുമെന്ന് പറയണം. മോനെ നീ MBBS പഠിച്ച് ഡോക്ടർ ആകുമെന്ന് പറയണം. തകർന്ന തകർച്ചയുടെ വാക്കുകളിലൂടെ വേണ്ട. യേശു കരയുന്നവരെ വിലപിക്കുന്നവരെ പുറത്താക്കി. രേഖബോത്ത് ചർച്ചിനെ നോക്കി ഞാൻ പറയുക, ഇതിനകത്തിരുന്ന് കരയുന്നവരും നിലവിളിക്കുന്നവരെ കർത്താവ് പുറത്താക്കിയിട്ട് വിഷയത്തിന് നേരെ കർത്താവ് തിരിയാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാട്ടെ. നിന്റെ വിഷയത്തിന് നേരെ ദൈവം തിരിയാൻ പോവുകയാണ്. നിന്റെ വിഷയത്തിന് നേരെ ദൈവം തിരിയാൻ പോവുകയാണ്.
ആരും തിരിയുന്നില്ലെങ്കിലും ആരും മനസ്സിലാക്കുന്നില്ലെങ്കിലും ഇന്ന് പകൽ ദൈവം തിരിയാൻ പോവുക. ആ മോന് ജബൽപൂരിൽ പോയപ്പോ പ്രാർത്ഥനയിൽ പറഞ്ഞതാണ്, മോൻ അവിടെ നിൽക്കാൻ അല്പം പ്രയാസം ഉണ്ടാകും, നീ പെട്ടെന്ന് തിരിച്ചു വരും. വേറൊരാളോട് പറഞ്ഞു, പോകുന്ന കൊള്ളാം, പെട്ടെന്ന് വന്നോണം. ആ വന്നോണം എന്ന് പറഞ്ഞ പുള്ളി അവിടെ നിന്നു. അദ്ദേഹം തിരിച്ചു വന്നു മറ്റേ. പക്ഷെ കർത്താവ് പറയാൻ വയ്യ, നിന്നെ നോക്കി നീ ഇവിടെ വന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. കർത്താവ് നിന്റെ വിഷയത്തിലേക്ക് തിരിയാൻ പോവുക. നിന്റെ വീട്ടിനകത്ത് കരയുന്നവരെ നിലവിളിക്കുന്നവരുടെ കണ്ണുനീര് കർത്താവ് തുടച്ചിട്ട് അവര് കർത്താവ് പറയാണ്, ഞാൻ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി കർത്താവ് ചെയ്യും. വിശ്വസിച്ച് ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെയ്യും. അടുത്ത ഭാഗം പറഞ്ഞാൽ അവസാനിപ്പിക്കാം. പ്രവാചകൻ പ്രവചിക്കാൻ പോവുകയാണ്. ഏതിനോടാ പ്രവചിക്കുന്നത്? ജീവനില്ലാത്ത, ചലനമില്ലാത്ത, ഞരമ്പില്ലാത്ത, മാംസമില്ലാത്ത, രക്തോട്ടമില്ലാത്ത അസ്ഥിയെ നോക്കി പ്രവചിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് പ്രവചനം? അസ്ഥികൾ ജീവിക്കട്ടെ. ഒറ്റ വാക്ക് അസ്ഥിയെ നോക്കി പറഞ്ഞപ്പോൾ മാംസവും തൊക്കും ഞരമ്പും വന്നു. പക്ഷെ അതിൽ ശ്വാസമില്ലായിരുന്നു. കാറ്റിനോട് പ്രവചിക്കുക, കാറ്റ് വരികയാണ്. ഞാനിന്ന് പ്രസംഗിക്കാൻ കൊണ്ടുവന്ന വിഷയത്തിന്റെ ഒരു പോയിന്റ് പറഞ്ഞുള്ളൂ, കാറ്റിനോട് പ്രവചിക്കുക. അടുത്തുള്ള പറ്റുമെങ്കിൽ 4 കാറ്റിനെ കുറിച്ച് പറയാം. കാറ്റിനോട് പറ, കാറ്റ് ചിലത് കൊണ്ടുവരാൻ പോവുകയാണ്. കാറ്റ് ചിലത് കൊണ്ടുവരാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകൾ അടച്ചാൽ താഴ്വരെ അസ്ഥിക്ക് ജീവനില്ല. പക്ഷെ പ്രവാചക, ഞാൻ ശവക്കല്ലറകളെ തുറക്കാൻ പോവുകയാണ്. ഞാൻ ശവക്കോട്ടയുടെ സ്ലാബുകൾ നീക്കാൻ പോവുകയാണ്. ചീഞ്ഞെഴുകി കിടക്കുന്ന അസ്ഥിക്ക് ഞാൻ ജീവൻ വരുത്താൻ പോവുകയാണ്. മറുപടി ഇല്ലാതെ കിടക്കുന്ന വിഷയത്തിൽ ഞാൻ മറുപടി കൽപ്പിക്കാൻ പോവുകയാണ്. ഉത്തരവില്ലാത്ത വിഷയങ്ങൾക്ക് ഞാൻ ഉത്തരം തരാൻ പോവുകയാണ്. ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി തരാൻ പോവുകയാണ്. സ്വർഗത്തിലെ ഭൂമിക്ക് നാഥനായ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ചോദ്യങ്ങളുടെ മുമ്പിലുണ്ട്, മറുപടികൾ കാണാൻ കഴിയുന്നില്ല. ഒത്തിരി ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവേ, ഇപ്പോൾ ഈ ജനത്തെ നോക്കി ഞാൻ പ്രവചിക്കുക. ഭവനമില്ലാത്തവർക്ക് ഭവനം ഉണ്ടാകട്ടെ, സൗഖ്യമില്ലാത്തവർക്ക് സൗഖ്യമുണ്ടാകട്ടെ, കടഭാരമുള്ളവരുടെ കടങ്ങൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ പിൻവലിക്കട്ടെ, അതിരുകൾ വിശാലമാകട്ടെ, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പോരാടുന്ന ശക്തികൾ വിട്ടുമാറട്ടെ, ജോലി സ്ഥലത്ത് സ്വസ്ഥതയില്ലാതെ പൊരുതുന്ന പോരാട്ടങ്ങൾ അഴിഞ്ഞു വീഴട്ടെ. ഇന്ന് പകൽ ഈ ജനത്തെ നോക്കി ഞാൻ പ്രവചിക്കുക. ആയിരങ്ങൾ തടിച്ചുകൂടുന്ന സഭാഹോൾ ഉണ്ടാകട്ടെ, കൂട്ടമായ സ്നാനങ്ങൾ നടക്കട്ടെ, വീൽ ചെയറിൽ വരുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ, ക്യാൻസർ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ഈ അസ്ഥിയെ നോക്കി പ്രവചിക്കുന്നു. നെടുപ്പുറത്തെ അസ്ഥിയെ നോക്കി പ്രവചിക്കുന്നു. ചാത്തങ്കേരിയിലെ അസ്ഥിയെ നോക്കി പ്രവചിക്കുന്നു. കേരളം വടക്കൻ ഭാഗത്ത് അസ്ഥിയെ നോക്കി പ്രവചിക്കുന്നു. തലവടി, എടത്തുവ, പച്ച, പനച്ചുമൂട്, ആമേൻ, പൊടിയാടി, അസ്ഥിയെ ജീവിക്കട്ടെ. ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരെ നോക്കി ഞാൻ പ്രവചിക്കുന്നു. അവർക്ക് തക്ക തുണകൾ ഉണ്ടായി വരട്ടെ. എന്ത് നീ പ്രവചിക്കുന്നു അത് സംഭവിക്കുമെന്ന് ദൈവം എസെക്കിയലിനോട് പറഞ്ഞെങ്കിൽ താഴ്വരയിലെ അസ്ഥികൾ ഒരു സൈന്യമാണ്. എഴുന്നേറ്റതുപോലെ ഒരു സൈന്യമായി ഞങ്ങൾ എഴുന്നേൽപ്പിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. താഴ്വരയിലെ അസ്ഥികൾ ഇപ്പോൾ ജീവൻ പ്രാപിച്ചു. അവ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അവ ആക്കുകയും പാടുകയും. ഒരു ഹല്ലേലൂയ ഉറക്കെ പറഞ്ഞാട്ടെ. ഇന്നത്തെ സന്ദേശം എല്ലാവർക്കും ഉള്ള സന്ദേശമല്ലായിരുന്നു, ചില കുടുംബങ്ങൾക്കുള്ള സന്ദേശമായിരുന്നു. ദൈവം നീ പറയുന്നത് ചെയ്യാൻ റെഡിയായിരിക്കുക. ഒന്നുകൂടെ പറയാം, നിന്റെ നാവിൽ നിന്ന് പറയുന്നത് ചെയ്യാൻ ദൈവം റെഡിയായിട്ടിരിക്കുക. കൈയടിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ.